بسم الله الرحمن الرحيم وكذلك نولي بعض الظالمين بعضا بما كانوا يكسبون يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ അൻആം ക്ലാസിന്റെ 71ാമത് ദിവസം 129ാമത് ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. وَكَذَلِكَ نُوَلِّي بَعْضَ الظَّالِمِينَ بَعْضًا بِمَا كَانُوا يَكْسِبُونَ. وَكَذَلِكَ അപ്രകാരം നുവല്ലി നാം കൂട്ടാളികളാക്കുന്നു ബഅ്ദൽ ളാലിമീന ചില അക്രമികളെ, ബഅ്ദൻ ചിലർക്ക്, ബിമാ കാനു യക്സിബൂൻ അവർ സമ്പാദിച്ച് കൊണ്ടിരുന്നതിന്റെ ഫലമായി. വകദാലിക അപ്രകാരം നുവല്ലി നാം കൂട്ടാളികളാക്കുന്നു, അടുപ്പക്കാരാക്കുന്നു, വലിയുകളാക്കുന്നു, കൈകാര്യകർത്താക്കളാക്കുന്നു, ഏറ്റവും അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന ആളുകളാക്കി മാറ്റുന്നു. ആരൊക്കെയാണ് ഇവിടെ കൂട്ടാളികളായത്? ചില അക്രമികളായ ആളുകൾ വേറെ ചില അക്രമികളുടെ കൂട്ടാളികളാണ്, പങ്കുകാരാണ്, സ്നേഹിതന്മാരാണ്. അക്രമികളും തമ്മിലാണ് പലപ്പോഴും ബന്ധം. നമ്മൾ കണ്ടിട്ടില്ലേ, ലോകത്ത് അക്രമം നടത്തുന്ന രാജ്യക്കാർ തമ്മിൽ വലിയ ബന്ധം പുലർത്തുന്നത്, അതിക്രമം ചെയ്യുന്ന ചില രാജ്യത്തിന്റെ നേതാക്കന്മാർ തമ്മിൽ വളരെ അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ഇസ്രായേലിനോടൊക്കെ വളരെ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ചില രാജ്യങ്ങളും ആ നേതാക്കന്മാരെയും ഒക്കെ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അക്രമികളായിരിക്കും അവർ പലപ്പോഴും. അങ്ങനെയാണ് ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നത്. ഇങ്ങനെ ലോകത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ കാണാൻ സാധിക്കുന്ന. എന്തിനാണിത് പറഞ്ഞത്? ഈ നിലക്കുള്ള അക്രമികളോടുള്ള ബന്ധവും അവരെ കൂട്ടാളികളായി മുന്നോട്ട് പോകുന്നതുമൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ, ഏത് ഒരു അടിസ്ഥാനത്തിലാണ് ഇവർ ഈ തരത്തിലുള്ള കൂട്ടുബന്ധം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ബിമാ കാനൂ യക്സിബൂൻ അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നതിന്റെ, കസബ സമ്പാദിച്ചു, യക്സിബൂന അവർ സമ്പാദിക്കുന്നു, അതിന്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള അക്രമികളായ ആളുകൾ തമ്മിലുള്ള ഈ പ്രത്യേകമായ ബന്ധം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? وَكَذَلِكَ نُوَلِّي بَعْضَ الظَّالِمِينَ بَعْضًا بِمَا كَانُوا يَكْسِبُونَ وَكَذَلِكَ نُوَلِّي بَعْضَ الظَّالِمِينَ بَعْضًا بِمَا كَانُوا يَكْسِبُونَ. നോക്കാം ചെറിയൊരു വിശദീകരണം ഇൻഷാ അല്ലാഹ്. ഇവിടെ മൈത്രി ബന്ധത്തെ സംബന്ധിച്ച് കൂട്ടാളികളായി പരസ്പരം ബന്ധുമിത്രങ്ങളായി ജീവിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചാണല്ലോ
അള്ളാഹു ഈ ആയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, വൽമുഅ്മിനൂന വൽമുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസിനികളായ പുരുഷന്മാരും വിശ്വാസികളായ സ്ത്രീകളും അവർ പരസ്പരം ഔലിയാക്കന്മാരാണ്, അവർ പരസ്പരം ബന്ധുമിത്രങ്ങളാണ്. ലോകത്ത് ഏത് ഭാഗത്ത് ജീവിക്കുന്ന ഒരു മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ, അവരോടൊക്കെ ഏതൊരാൾക്കും ഏതൊരു മുഅ്മിനും മുഅ്മിനത്തിനും ഉള്ളത് ഒരേ ബന്ധാണ്, ഒരേ അടുപ്പമാണ്. എല്ലാരോടും അള്ളാഹുവിന്റെ റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബത്തിനോട്, എല്ലാവരോടും തന്നെ വല്ലാത്തൊരു അടുപ്പവും ബന്ധവും സ്നേഹവും ഒക്കെ തന്നെയാ. ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഅ്മിനായ ഒരു മനുഷ്യൻ വേദനിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലേറ്റ ചെറിയൊരു മുറിവ് പോലെയാണ്. നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുമ്പോ ശരീരം മുഴുവനും അതുകൊണ്ട് വേദനിക്കില്ലേ? അതേപോലെ വേദനിക്കണം, നിങ്ങൾക്ക് പ്രയാസം തോന്നണം. നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാണ്. ആ നിലക്ക് ഔലിയാഉ ബഅദ്, ബഅ്ദുഹും ഔലിയാഉ ബഅദ്, രണ്ട് ബഅദ് ഉപയോഗിച്ചിട്ട്, ബഅ്ദുൻ ചിലർ, ചിലർ ചിലർക്ക്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ആയത്ത് കണ്ട പോലെ തന്നെയാണ് വിശ്വാസികളുടെ സ്നേഹബന്ധത്തെ സംബന്ധിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുക. ആ നിലക്ക് എന്ത് സമാധാനമാണ് നോക്കൂ നിങ്ങൾ. നമ്മൾ കാണുന്നില്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചില വിശ്വാസികളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അതിനെ സ്വാതന്ത്ര്യമേകുന്നതിന് വേണ്ടി അവരുടെ സഹോദരങ്ങളായ വിശ്വാസികൾ ഒരു ചെറിയ സഹായത്തിന് വേണ്ടി നമ്മളെ സമീപിച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ അവർക്ക് വേണ്ടി സഹായം അയച്ചു കൊടുക്കൂലേ? എന്തൊരു സന്തോഷമുള്ള ജീവിതമാണെന്ന് ആലോചിച്ചു നോക്കൂ വിശ്വാസികളെ. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകളാണ് അവിടെ ഒത്തുകൂടുന്നത്? നമ്മുടെ ഓരോ പ്രയാസങ്ങളിലും എത്ര ആളുകളാണ് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ വരുന്നത്? വല്ലാത്തൊരു ബന്ധമാണല്ലോ നമ്മൾ തമ്മിലുള്ളത്, വിശ്വാസികൾ തമ്മിലുള്ളത്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. എന്തൊക്കെ അവർ പരസ്പരം ചെയ്യുന്നത് എന്താ അറിയോ? നന്മ കൽപ്പിക്കുന്നതിൽ അവരെല്ലാരും ഉണ്ട്, തിന്മ കൽപ്പിക്കുന്നവർ വിരോധിക്കുന്നതിലും അവരെല്ലാരും ഉണ്ട്. ഒരാൾ മാത്രമല്ല ചെയ്യുന്നത്, എല്ലാരും കൂടെ കൂടിയിട്ടാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്. സംഘമായിട്ടാണ്, സംഘടിതമായിട്ടാണ് അവർ ആ കാര്യം നിർവഹിക്കുന്നത്. യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വയുതിഊന അല്ലാഹ വറസൂലഹു. അവർ ഒന്നിച്ചാണ് നമസ്കരിക്കുന്നത്. വയുഖീമൂന സ്വലാത്ത, നമസ്കാരം നിർവഹിക്കുന്നതിൽ അവർ പരസ്പരം ബന്ധുമിത്രങ്ങളെ പോലെ എല്ലാവരും തോളോട് തോളുരുമ്മി നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് എല്ലാവരും ഒന്നിച്ച് നമസ്കരിക്കുന്നു. വയുതൂന സകാത്ത, എല്ലാവരും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ആ സക്കാത്ത് കൊടുക്കുന്നത് പലവും സംഘടിതമായിട്ടാണ്, പലർക്കും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള. വയുതിഊന അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവരെല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട്, പ്രവാചകൻ അനുസരിക്കുന്നുണ്ട്. ഉലൈക സയർഹമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും അവർക്ക്. അള്ളാഹു ഏറെ പ്രതാപശാലി യുക്തിജ്ഞനുമാകുന്നു. ഇങ്ങനെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് 9-ാം അധ്യായത്തിലെ 71-ാമത്തെ വാക്യത്തിൽ. വേറൊരു ഭാഗത്ത് പറഞ്ഞത് ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് വല്ലദീന ആമനു വനസറു ഉലൈക ബഅ്ദുഹും ഔലിയാഉ ബഅദ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ജിഹാദ് നടത്തുകയും ചെയ്തവർ, അതേപോലെ അത്തരത്തിലുള്ള മുഹാജിറുകൾക്ക് അഭയം നൽകിയ അൻസാറുകളായ ആളുകൾ, ഉലൈക ബഅ്ദുഹും ഔലിയാഉ ബഅദ്. ആ മുഹാജിറുകളും അൻസാറുകളും പരസ്പരം ഉറ്റമിത്രങ്ങളെ പോലെ, ബന്ധുമിത്രങ്ങളെ പോലെയാണ്. ഒരു കുടുംബത്തിലായിരിക്കില്ല ജനിച്ചത്, ഒരു ഉമ്മക്കും ഉപ്പക്കും ആയിരിക്കില്ല ജനിച്ചത്.
അങ്ങനെയാണെങ്കിൽ തന്നെയും അവർ തമ്മിലുള്ള ഒരു പ്രത്യേകമായ ബന്ധമുണ്ട്, വല്ലാത്തൊരു ബന്ധമാണ്. തങ്ങൾക്ക് കിട്ടിയത് തന്റെ സഹോദരന് വേണ്ടി പകുത്തു കൊടുക്കുന്ന വല്ലാത്തൊരു ബന്ധം, ആ സ്നേഹം. അപ്പൊ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ അവർ ബന്ധുമിത്രാദികളാണെന്ന് പറഞ്ഞു. വിശ്വാസിനികൾ അവരൊക്കെ പരസ്പരം ബന്ധുക്കളാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളാ ബന്ധുക്കളാണെന്ന് പറഞ്ഞു. അതേപോലെ ഖുർആൻ പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? വല്ലദീന കഫറു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അക്രമികളായ ആളുകൾ പരസ്പരം ബന്ധുമിത്രാദികളാണ് എന്ന് അള്ളാഹു ഈ ആയത്തിൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ആയത്തുകൾ കൂടെ അല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും വൽ കുഫാറ ഔലിയാ, ജൂതന്മാരും അതേപോലെ വേദഗ്രന്ഥം നൽകപ്പെട്ട പഴയ കാലഘട്ടത്തിലുള്ള ആളുകളും കുഫാറുകളും ഒക്കെ അവരും വല്ലാത്ത ഒരു അടുപ്പം കാണിക്കുന്നവരാണ് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കണത്. അവര് ഔലിയാക്കൾ, അവര് പരസ്പരം വല്ലാത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ ഇവിടെ ഖുർആൻ ചെയ്യുന്നത്. വല്ലദീന കഫറു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവിശ്വാസികളും അവർ പരസ്പരം ബന്ധുമിത്രാദികളെ പോലെയാണ് കഴിയുന്നത്. നിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാണ്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും അള്ളാഹു മറ്റൊരു അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, അക്രമികളായ ആളുകൾ അവർ ആ അക്രമങ്ങളിൽ പരസ്പരം സഹകരിക്കുന്ന ആളുകളാണ്, ബന്ധുമിത്രാദികളെ പോലെയാണ്. വല്ലാഹു വലിയുൽ മുത്തഖീൻ, എന്നാൽ അള്ളാഹുവാണ് മുത്തഖീങ്ങളുടെ ബന്ധുവായിട്ടുള്ളത്. അള്ളാഹുവാണ് മുത്തഖീങ്ങളുടെ വലിയ, ഏറ്റവും അടുത്തുള്ളത് ആരാ? അള്ളാഹുവാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശരി, ആ ഭാഗം മനസ്സിലായി കാണും. ഇവിടെ അള്ളാഹു പറഞ്ഞത് നുവല്ലി ബഅ്ദൽ ബഅ്ദൻ, ആ അക്രമികളിൽ ചിലർക്ക് നാം കൂട്ടാളികളാക്കുന്നു എന്നാണ്. അപ്പോ ഇതിന് സംബന്ധമായിട്ട് റാസി റഹിമഹുല്ല, ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ല വിശദീകരിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. പ്രജകൾ, ജനങ്ങൾ എപ്പോഴാണോ അക്രമികളായിത്തീരുന്നത്, അല്ലാഹു തആല യുസല്ലിത്തു അലൈഹിം ളാലിമൻ മിസ്ലഹും, അവരെ പോലെ തന്നെ അക്രമിയായ ഒരാളെയാണ് അവരുടെ സുൽത്താൻ നൽകി, അധികാരം നൽകി അവരുടെ തലപ്പത്ത് വരിക. ആളുകളൊക്കെ അക്രമം ചെയ്യുന്ന, ദുൽമ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോ അവരുടെ നേതാവായി വരുന്നത് ആരാണ്? അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു അക്രമിയായ മനുഷ്യനാണ്, അല്ലെങ്കിൽ വലിയ അക്രമികളായ ആളുകളാണ് അവരുടെ മേലെ വരുന്നത്. അതുകൊണ്ട് ആ അമീറിന്റെ കീഴിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത്തരം സ്വേച്ഛാധിപതിയായ, അഹങ്കാരിയായ, ധിക്കാരിയായ അമീറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അൽ അമീർ വാലിം എന്ത് ചെയ്യേണ്ടതറിയോ? ഫല്യത്റുക്കും ളുൽമ, നമ്മൾ സ്വയം ളുൽമ ചെയ്യുന്നത് നിർത്തിയാൽ മതി. നമ്മളായിട്ട് ളുൽമൊന്നും ചെയ്യരുത്. അപ്പോ അത്തരത്തിലുള്ള അക്രമികൾ നമ്മുടെ തലപ്പത്ത് വരൂലെന്ന്. അപ്പൊ നമ്മൾ പരമാവധി ജീവിതത്തിൽ തഖ്വ പാലിക്കുക, സൂക്ഷ്മത പുലർത്തുക എന്നൊക്കെയാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഖാല ഇബ്നു സെയ്ദ് റഹിമഹുല്ലാ പറയാ, വയദ്ഖുലു ഫിൽ ആയത്തി ജമീഉ മൻ യദ്ലിമു നഫ്സഹു അ യദ്ലിമു റഅയ്യ, ഈ ആയത്തിൽ സ്വന്തത്തോട് ളുൽമ ചെയ്യുന്നതും പ്രജകളോട് ളുൽമ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരായത്താണിത്. അല്ലെങ്കിൽ കച്ചവടക്കാരൻ ളുൽമ ചെയ്യുന്നത്, കളവ് നടത്തുന്നവൻ ളുൽമ ചെയ്യുന്നത്, അത്തരത്തിലുള്ള എല്ലാ ളുൽമും ഇവിടെ പെടും. അപ്പോ ഇങ്ങനെയുള്ള ലാലിമീങ്ങളായ ആളുകൾ, അക്രമികളായ കച്ചവടക്കാർ, ലാലിമീങ്ങളായ കച്ചവടക്കാർ അവരൊരു ഗ്രൂപ്പാണ്. കള്ളന്മാര് ഒരു ഗ്രൂപ്പാണ്, അവർ വല്ലാത്ത ബന്ധാണ്. അതേപോലെയാണ് ഓരോ വിഷയവും. ഭരണാധികാരികൾ, അക്രമം ചെയ്യുന്ന ഭരണാധികാരികൾ, അവര് ഗ്യാങ്ങാണ്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, ഇദാ റളിയല്ലാഹു അൻ ഖൗമിൻ വല്ലാ അംറഹും ഖിയാറഹും
ഒരു ജനതയോട് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുണ്ടാകുമ്പോ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരിൽ ഏറ്റവും നല്ലവരായ ആളുകളെയാണ് അള്ളാഹു തലപ്പത്തേക്ക് കൊണ്ടുവരിക. ഇദാ സഖിത്തല്ലാഹു അലാ ഖൗമിൻ, ഒരു ജനതയോട് അള്ളാഹു ദേഷ്യം പിടിച്ചാൽ, വല്ലാ അംറഹും ശിറാറഹും, അവരിൽ ഏറ്റവും മോശക്കാരായ ആളുകളായിരിക്കും ആ ഖൗമിന്റെ വല്ലാ നേതൃത്വം ഏറ്റെടുത്തു വരിക. അപ്പൊ എന്ത് മനസ്സിലായി? പടച്ചോൻ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ നേതാവായിട്ട് വരുന്നത് നല്ലൊരാളായിരിക്കും. അല്ല, ഒരു സമൂഹത്തോട് പടച്ചോന്റെ ദേഷ്യമാണ് ഉള്ളതെങ്കിൽ ഏറ്റവും മോശക്കാരായ ആൾക്കാരാണ് അതിന്റെ തലപ്പത്ത് വരുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? പടച്ചവന്റെ ദേഷ്യപ്പെട്ട ഒരു വിഭാഗത്തിന്റെ അതിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നത് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അപ്പൊ ഏറ്റവും മോശപ്പെട്ട ആളുകൾ നമ്മുടെ നാടിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലെയോ ഒക്കെ നേതാക്കന്മാരായി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പടച്ചോന്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിക്കാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ വഴികളുണ്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ പടച്ചോൻ ഇഷ്ടപ്പെട്ട ആളുകൾ, പടച്ചോന് തൃപ്തിപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് തൃപ്തികരമായ രൂപത്തിൽ അതിന്റെ ആ നേതൃ പദവിയിൽ ആളുകൾ എത്തിച്ചേരും എന്ന് ഇതിന് തെളിവായിക്കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ആയത്ത്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദീകും, നിങ്ങൾക്ക് വരുന്ന അസാബക്കും, നിങ്ങൾക്ക് വരുന്ന ശിക്ഷകൾ, നമുക്ക് വരുന്ന പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, അതൊക്കെ നിങ്ങളുടെ കൈകൾ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ ഫലമായി കൊണ്ടാണ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുന്ന ഖുർആനിൽ ഒരു ആയത്ത് അതിന് തെളിവായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ ആ ആയത്തിൽ, ആ ചെറിയ ആയത്തിൽ ഈ രണ്ട് വിഷയങ്ങളാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് കൽപ്പിക്കാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. 130-ാമത്തെ ആയത്ത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി അലം യഅതികും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين യാ മഅ്ശറൽ ജിന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണല്ലോ. മഅ്ശറും മഹ്ശറും കഴിഞ്ഞ ആയത്ത് പറഞ്ഞതല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ. മഅ്ശർ സമൂഹം എന്നാണല്ലോ. ജിന്ന് സമൂഹമേ, വൽ ഇൻസ് മനുഷ്യ സമൂഹമേ, അലം യഅതികും നിങ്ങൾക്ക് വന്നിട്ടില്ലേ, അലം ഇല്ലേ, യഅതി വന്നുക്കും നിങ്ങൾക്ക്, റുസുലുൻ ദൂതന്മാർ, മിൻകും നിങ്ങളിൽ നിന്ന് തന്നെയല്ല, ദൂതന്മാർ നിങ്ങൾക്ക് വന്നിട്ടില്ലേ. ആരോടാ ചോദിക്കുന്നത്? ജിന്ന് സമൂഹമേ എന്ന് വിളിച്ച് ചോദിക്കുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? മനുഷ്യരിൽ മാത്രമല്ല ജിന്നുക്കളിലും റുസുലുകൾ വന്നിട്ടുണ്ട്, ദൂതന്മാർ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. കഴിഞ്ഞുപോയ ജിന്നുകളുടെ ലോകത്ത് അവരെ നന്മയിലേക്ക് നയിക്കാനും ക്ഷണിക്കാനും ഒക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് റുസുലുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടില്ലായിരുന്നോന്ന് ജിന്നുകളെ വിളിച്ച് ചോദിക്കുന്നു. ഇതേപോലെ മനുഷ്യരോടും ചോദിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും മനുഷ്യ സമൂഹമേ നിങ്ങൾക്ക് പ്രവാചകന്മാരെ, ദൂതന്മാരെ നിയോഗിച്ചിട്ടില്ലേ? അങ്ങനെ ലോകത്ത് രണ്ടു കൂട്ടരിലേക്ക് വന്നത് ഒറ്റ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അതാരൊക്കെ അറിയാം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മറ്റ് പ്രവാചകന്മാരെ സംബന്ധിച്ചൊന്നും അവർ ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും രണ്ടു കൂട്ടരിലേക്കും ഒരുമിച്ച് നിയോഗിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്ന കൃത്യമായ രേഖകളില്ല, വിവരങ്ങളില്ല.
അപ്പൊ എന്ത് മനസ്സിലായി? അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറമെ മറ്റു കാലഘട്ടങ്ങളിൽ ജിന്നുക്കൾക്ക് അവരുടെ നിന്നുള്ള ദൂതന്മാരും മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാരും വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ചോദിക്കുന്നത്, വന്നിട്ടില്ലേ? എന്നിട്ട് അവരെന്താ ചെയ്തത്? യഖുസ്സൂന അലൈക്കും ആയാതി. ഖിസ്സ എന്നറിയില്ല, ഖിസ്സ കഥ പറയാ. യഖുസ്സൂന കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കഥ പറയുന്നത് പോലെ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുക. അവർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഭാഷയിൽ വളരെ ലളിതമായി സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് വിശദീകരിച്ചു തന്നിരിക്കുന്നത്. യഖുസ്സൂന വിവരിച്ചു തന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്താ ഉദ്ദേശിക്കുന്നത്? കിസ്സ പറയുന്നത് പോലെ, കഥ പറയുന്നത് പോലെ, കഥ പറഞ്ഞു തരുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് ഈ പ്രവാചകന്മാര് മുഴുവനും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഒന്നും വിട്ടുകളയാതെ, ഒന്നും ഒഴിവാക്കാതെ നിങ്ങളുടെ ഇഹപര ജീവിതത്തിന് ആവശ്യമായ നന്മകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അവർ നിങ്ങൾ കേൾപ്പിച്ചിട്ടില്ലായിരുന്നു. യഖുസ്സൂന അലൈക്കും ആയാതി, എന്റെ ആയത്തുകൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ. ദൃഷ്ടാന്തങ്ങൾ ഖുർആനിലെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഓരോ കാലഘട്ടത്തിലും ആ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന മുഅ്ജിസത്തുകൾ, ആയത്തുകൾ, ഓരോ ലോകത്തും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പല സംവിധാനങ്ങളും, അതൊക്കെ ആയത്തുകൾ. ഈ തരത്തിലുള്ള വിവിധങ്ങളായ ആയത്തുകൾ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിൽ എല്ലാം അള്ളാഹു വിശദീകരിച്ചു തന്നില്ല. വയൻദിറൂനക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടില്ലായിരുന്നോ? ഇൻദാർ നൽകിയിട്ടില്ല, മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? ലിഖാഅ യൗമിക്കും ഹാദാ, ഇങ്ങനെ ഒരു ദിവസത്തെ കണ്ടുമുട്ടേണ്ടി വരും. ലിഖാഉൻ, കണ്ടുമുട്ടുക എന്നൊരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ് നിങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നു. ഇവിടെ പലരും അങ്ങനെ ചെയ്യൂല, അങ്ങനെ വാണിംഗ് ഒന്നും കൊടുക്കാറില്ല. അവര് നടപ്പാക്കേണ്ട ശിക്ഷ നടപ്പാക്കും, ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യും. അതിനിടക്ക് നേരത്തെ ഒരു താക്കീത് കൊടുത്ത് പിന്നെ ഒന്നും കൂടെ കൊടുത്തു, പിന്നെ ഒന്നും കൂടെ കൊടുത്ത്, അങ്ങനെയൊന്നും ചെയ്യുന്ന പരിപാടി ഇല്ല പലപ്പോഴും. ശിക്ഷ നടപ്പാക്കുന്നു എന്നതല്ലാതെ. എന്നാൽ അള്ളാഹു ഇങ്ങനെ പ്രവാചകന്മാരെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചിട്ട് പല കാര്യങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി താക്കീതുകൾ നൽകിയിട്ട് അതോടൊപ്പം അള്ളാഹുവിന്റെ ആയത്തുകൾ ഓരോന്നും നിങ്ങളെ കേൾപ്പിച്ചു തന്ന്, കാണിച്ചു തന്ന്, നിങ്ങളെ ബോധ്യപ്പെടുത്തി എല്ലാം ചെയ്ത് അള്ളാഹുവിന്റെ ദൂതന്മാരെ നിങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടും എന്താ നിങ്ങൾ ഇങ്ങനെ ആയത്? എന്താണ് നിങ്ങൾ ഇങ്ങനെ ആയത്? പറയുങ്ങളെ. ജിന്ന് സമൂഹമേ മറുപടി പറയൂ. യാ മഅ്ശറൽ ജിന്ന്, ജിന്നുക്കളെ നിങ്ങളൊന്ന് മറുപടി പറയൂ. വല്ലിൻസ്, മനുഷ്യ സമൂഹമേ നിങ്ങൾ മറുപടി പറയൂ എന്ന് പറയുമ്പോ അവര് മറുപടി പറയുന്നുണ്ട്. ഖാലൂ ശഹിദ്നാ അലാ അൻഫുസിനാ, അവർ മറുപടി പറയാൻ പോവുകയാണ്. എന്താ മറുപടി പറയുന്നത്? ഞങ്ങളിതാ ഞങ്ങൾക്കെതിരായി തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ശരിയാ, ഞങ്ങൾക്കെതിരായി തന്നെ ഇവിടെ സാക്ഷ്യം പറയാ. അലാ അൻഫുസിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരിൽ നിന്നാണ്. ലി അൻഫുസിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലമായി എന്നാണ്. അലാ അൻഫുസിന എന്ന് പറഞ്ഞാല് ഞങ്ങൾക്കെതിരിൽ, അലാ എന്നാണ് വന്നെങ്കിൽ എതിരിൽ നിന്നാണ്. ഞങ്ങൾക്കെതിരിൽ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ് അവിടെ. അപ്പൊ അവര് പറയാ, ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട, ഞങ്ങൾ തന്നെ ഇവിടെ മുന്നോട്ട് വന്നിട്ട്, ശരിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങളെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്തത് എന്ന കാര്യം ഞങ്ങൾ തന്നെ ഇവിടെ ഈ കാര്യം നിങ്ങളുടെ പടച്ചോനെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് അവർ പറയുന്നു. കഴിഞ്ഞില്ല. ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞതാണ്. അള്ളാഹു പറയാണ്, അവർക്ക് പിന്നെന്ത് പറ്റി? പ്രവാചകന്മാർ വന്നു, കാര്യങ്ങൾ കഥ പറയുന്നത് പോലെ, കിസ്സ പറയുന്നത് പോലെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകി. ജീവിതത്തിൽ എത്ര ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നുപോയത്. എന്നിട്ടും ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച് അവർ മറന്നുകളഞ്ഞല്ലോ. അതിന് കാരണമായത് എന്താണെന്നറിയോ?
ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞതാണ്. ഈ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ അതിന്റെ സുഖങ്ങൾ കണ്ടപ്പോ, സൗകര്യങ്ങൾ കണ്ടപ്പോ അതിലിങ്ങനെ ആണ്ടിറങ്ങി, അതിലങ്ങനെ പാടെ മുഴുകി അങ്ങനെ പോയി. അതിനപ്പുറത്തേക്ക് പിന്നെ അവരൊന്നും ആലോചിച്ചില്ല. ഈ ഐഹിക ജീവിതത്തിൽ അവരെ വഞ്ചിച്ചു കളഞ്ഞതാണ്. അള്ളാഹു കൃത്യമായ മറുപടി അവിടെ പറയാ. എന്താ സംഭവിച്ചതെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളെ കുഴപ്പം എന്തായിരുന്നു അറിയോ നിങ്ങൾക്ക്? നിങ്ങളെ കുഴപ്പം എന്ന് പറഞ്ഞത്, നിങ്ങള് ഐഹിക ജീവിതം അത് കണ്ട് മതിമറന്ന് അതിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി, അതിൽ വീണ് പോയി നിങ്ങൾ. അതാണ് പരമമായ സുഖം എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോയി. വശഹിദു അലാ അൻഫുസിഹിം, വീണ്ടും അതാരാ മുന്നോട്ട് വരുന്നു. ഫശഹിദു അലാ അൻഫുസിഹിം, അവർ സ്വയം അവർക്കെതിരെ സാക്ഷി വഹിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങളൊക്കെ കാഫിറുകളായി ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. സത്യനിഷേധികളായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നു, ചെയ്യേണ്ടതുണ്ടായിരുന്നു, പറയേണ്ടതുണ്ടായിരുന്നു, പടച്ചവന്റെ ആ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു. ഒന്നും ചെയ്യാതെ കാഫറുകളായിട്ട് ഞങ്ങൾ ജീവിച്ചു മരിച്ചു പോയത് എന്ന് അവർ സ്വയം ചെന്നിട്ട് അവിടെ പറയുന്നതാണ്. അപ്പൊ രണ്ടു നിലക്കുള്ള സാക്ഷ്യം കണ്ട് 2 പ്രാവശ്യമാണ് അവർ പറഞ്ഞത്. എന്ത് ഒക്കെ ശരിയാ, ആരും ഞങ്ങൾക്ക് ബാധിക്കാനൊന്നും വരുന്നൊന്നുമില്ല, ഞങ്ങൾ ഭാഗത്ത് സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അവരതിന് സ്വയം തെറ്റ് സമ്മതിക്കുന്നു. മനസ്സിലായല്ലോ ആയത്തിന്റെ അർത്ഥം? അപ്പൊ അള്ളാഹു ഒരു ചോദ്യമാണ് ചോദിച്ചത്, മനുഷ്യ സമൂഹമേ, ജിന്ന സമൂഹമേ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രവാചകന്മാർ വന്നിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചു എന്ന് ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ട് എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോ അതിനവര് പറയുന്ന മറുപടി, ആ മറുപടിക്ക് ഒരു വിശദീകരണം എന്നോണം അള്ളാഹു തന്നെ അവരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ച് കളഞ്ഞതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആയത്. എല്ലാം ദുനിയാവാണ്, ഇവിടെ സുഖങ്ങളാണ് എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയതാണ് എന്ന് പറയാ. ഇബ്നു ബാസ്, ഷേഖ് ഇബ്നു ബാസ്, അദ്ദേഹം ജിന്ന് സമൂഹമേ എന്ന് ഇവിടെ വിളിച്ചല്ലോ, നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നില്ലേ എന്ന് വിളിച്ചല്ലോ. അതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, കാനൽ അംബിയാ വർ-റസൂൽ മാദൂന കുല്ലു വാഹിദി യുർസിലു ഇലാ ഖൗമിഹി, നേരത്തെ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരും ദൂതന്മാരും റസൂലുകളും ഒക്കെ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ ഖൗമിലേക്ക്, അവരുടെ ജനതയിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വൽ ജിന്നു ലഹു നുദുറുൻ, ജിന്നുകൾക്ക് വേറെ ചില മുന്നറിയിപ്പുകാരുണ്ടായിരുന്നു. അങ്ങനെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ടായിരുന്നു. അമ്മാ റസൂലുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഉർസില ഇലൽ ജമീഅ, എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വിഭാഗത്തിലേയും കൂടെ നിയോഗിക്കപ്പെട്ട ലിൽ ജിന്നി വൽ ഇൻസി, അത് 2 സമൂഹത്തിലേക്ക് കൂടെ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖാസത്തുൽ ലഹു, ഇത് അദ്ദേഹത്തിന് പ്രത്യേക ഖാസായിട്ടുള്ള കാര്യമാണ്, വേറെ ആർക്കും അങ്ങനെയല്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ആ കാര്യം നമ്മൾ വിശദീകരിച്ചു. അതാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത. ഖുർആനിൽ തന്നെ പറഞ്ഞു, ഈ മനുഷ്യരെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും ഒക്കെ ഒന്നിച്ചു വിളിച്ചിട്ട് അള്ളാഹു പറയുന്നുണ്ട്, എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ജിന്നുകൾ വന്ന് കേട്ടതായിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാലോ. ശരി, ഇപ്പൊ പടച്ചോൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു സംഗതി കൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താ പറഞ്ഞത്? ഇവരുടെ ഈ സംസാരം, അള്ളാഹു ചോദിക്കുന്നതും അവർ മറുപടി പറയുന്നതുമായ കാര്യങ്ങൾക്കിടയിൽ പടച്ചോൻ ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ. അതെന്താ? അതൊരു വല്ലാത്തൊരു ഗതികേടിന്റെ ഒരു സംഭവമായിരുന്നത്. അതെന്താ? ആ ഗതികേട് എന്താ? വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ അവർ വഞ്ചിതരായി എന്നാണ്. പാരത്രിക ജീവിതം അവർ മറന്നുപോയി എന്നുള്ളതാണ്. ആ ഒരു കുറ്റബോധം എപ്പോഴാണ് അവർക്ക് തോന്നുന്നത്? ആ ബോധം കൊണ്ട് ഇനി എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമില്ല. നമ്മൾ അള്ളാഹു എത്ര തവണയാണ്, എത്ര സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഈ വഞ്ചിക്കുന്ന വഞ്ചകന്മാരൊന്നും നിങ്ങളെ ചതിക്കല്ലേ, നിങ്ങൾ നല്ല ശ്രദ്ധിക്കണട്ടോ എന്ന് പറഞ്ഞ് എത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോവുകയല്ലേ, എന്നിട്ടും നമ്മൾ അതിന് പിന്നാലെ പോവല്ലേ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വഅദാൻ സത്യാട്ടോ. ഫലാ തഗറുന്നകുമുൽ ഹയാത്തുദ് ദുനിയ,
ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗ്റുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ വലിയ വഞ്ചകനും ആ ചതിയനായ ആ ഇബ്ലീസും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. രണ്ടും ഒരുപോലെയാ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേറൊരു ഭാഗത്ത് യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്സാഖൽതും ഇലൽ അർള്, വിശ്വാസികളെ നിങ്ങളോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഓടിപ്പോകണേ എന്ന് പറയപ്പെട്ടാൽ ഇസ്സാഖൽതും ഇലൽ അർള്, ഭൂമിയിലോട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഇരിക്കുന്ന ആ ഭാഗം വളരെ അത് പറഞ്ഞു പോരാത്ത വിധത്തിൽ ഉറപ്പിച്ചു നിർത്തുകയാണോ എന്നാണ് അതിന്റെ ചോദ്യം. ഇരുന്നിടത്തുനിന്ന് പൊന്താൻ പറ്റാതെ നമ്മുടെ ബാക്ക് ഭാഗം, നമ്മുടെ ഇരിക്കുന്ന ഭാഗം അവിടെ അമർത്തി വെക്കുന്നതിനാണ് ഇസ്സാഖൽതും ഇലൽ അർള് എന്ന് പറഞ്ഞു. പൊന്താൻ പറ്റാത്ത വിധത്തിൽ വലിയ മാഗ്നറ്റ് എന്തോ പിന്നെ കാന്തം വെച്ച് പൊട്ടിച്ച മാതിരി അവിടെ നിങ്ങൾ ചടഞ്ഞു കൂടിയിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് പൊന്തുന്നില്ലല്ലോ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കാലുകൾ മുന്നോട്ട് പോകുന്നില്ലല്ലോ. നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ ചടഞ്ഞ് അവിടെ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്? നിങ്ങളോട് കുറച്ച് പറയുമ്പോ പടച്ചോന്റെ മാർഗത്തിലേക്ക് പറയണമെന്ന് പറയുമ്പോ, എന്തെങ്കിലും നന്മകളുടെ ചെയ്യണമെന്ന് പറയുമ്പോ കുറച്ചുകൂടെ ബാക്കോട്ടാ പോകുന്നത്. എഴുന്നേൽക്കാൻ പറഞ്ഞ് ഇരിക്കുകയാണ്, അവിടെ തന്നെ ഇരുന്ന് കളിയാണ് ചെയ്യുന്നത്. എന്താ ഇങ്ങനെ നിങ്ങള്? അറദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, പരലോകത്തേക്കാൾ ഈ ലോകത്തെ നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടം തോന്നുകയാണോ? വമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോ ഇഹലോകത്തിലെ ഈ വിഭവങ്ങളൊക്കെ കുറച്ചല്ലുള്ളൂ. ഒരു വിരലിന്റെ തുമ്പത്ത് ഉള്ള ചെറിയൊരു വെള്ളത്തുള്ളി പോലെയല്ല, ഒരു നനവ് പോലെ അല്ലുള്ളൂ ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഓർക്കാത്തത്? സൂറത്ത് തൗബയിലെ 38-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഒരു ആയത്തും കൂടെ പറഞ്ഞു പോകാം, ഇത് പ്രധാനപ്പെട്ട ആയതുകൊണ്ടാട്ടോ. اعلموا انما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الاموال والاولاد كمثل غيث اعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون هطاما في الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സൂറത്തുൽ ഹദീദിലെ 20-ാമത് ആയത്ത് എല്ലാവരും പഠിച്ചതായിരിക്കും. ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്, പരസ്പരം ദുരഭിമാനം നടിക്കലാണ്, സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള വർധനവിന് വേണ്ടിയിട്ടുള്ള നട്ടോട്ടമാണ്. ഏതുപോലെ ഒരു മഴ പെയ്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ചെടികൾ കണ്ടപ്പോ കൃഷികൾക്ക് വല്ലാതെ അത്ഭുതം തോന്നി. ആ മഴ നിന്നപ്പോ അതൊക്കെ ആ ചെടികളൊക്കെ നിറം മങ്ങി വന്നു, മഞ്ഞളിച്ചു. പിന്നീട് അത് ഉണങ്ങി, അത് വാടി കരിഞ്ഞു, താഴോട്ട് വീണു, പൊടിപടലമായി മണ്ണിനോട് ചേർന്നു. അതേപോലെയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഈ ലോകത്ത് ജീവിച്ച് പടച്ചോനനുസരിക്കാതെ ജീവിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. അതോടൊപ്പം വേറൊരു കാര്യമുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും തൃപ്തിയുമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കേണ്ടത്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഇപ്പൊ മുകളിൽ പറഞ്ഞ എല്ലാ സംഗതികളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പാഠം എന്നുള്ള നിലക്ക് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താ പറയാനുള്ളത്? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോക ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപാട് മത്താകളുണ്ട്, ഒരുപാട് വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ ഓരോന്നും വഞ്ചിക്കുന്ന ചരക്കുകളാണ് കേട്ടോ. അതിനെ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണം, സൂക്ഷിക്കേണ്ട വിധത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം, എടുക്കേണ്ട വിധത്തിൽ എടുത്തോളൂ, ചെയ്യേണ്ട വിധത്തിലൊക്കെ ആയിക്കോളൂ. അമിതമാകാതിരിക്കുക, ഇടപെടുന്നിടത്ത് ശ്രദ്ധിക്കുക. ഓരോന്നും അതിൻ്റെതായ ഒരു നിലപാടനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതിനനുസരിച്ച് എടുത്തുപയോഗിച്ചാൽ ഒക്കെ നല്ലതാ. അല്ല, അതിനെ മറ്റൊരു വിധത്തിലാണ് അതിനെ കാണുന്നത്, ഉപയോഗിക്കുന്നത്, അമിതമായിട്ടൊക്കെയാണ് അതിനെ കൊണ്ടുപോകുന്നതെങ്കിൽ അപകടമാണ്. അതാണ് മത്താഉൽ ഗുറൂർ. വഞ്ചനാ ചരക്കാണ്, ചതിയനാണ്, ചതി ചെയ്യും നമ്മളോട് ഈ കാര്യങ്ങൾ ഓരോന്നും എന്ന് നമ്മൾ പറയാം എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ആയത്തിന്റെ മറ്റൊരു ഭാഗമായിട്ട് കേൾപ്പിക്കാനുള്ളത്. ഇനി സമയമല്ല എന്നാണ് തോന്നുന്നത്. ചെറിയ ആയത്തുകളാണ്, പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സൂറത്ത് തീർക്കാം. 2 ആയത്ത് നിങ്ങൾ കേൾക്കാൻ റെഡി ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്.
ذلك أن لن يكن ربك مهلك القرى بظلم وأهلها غافلون ولكل درجات مما عملوا وما ربك بغافل عما يعملون ذلك أن لن يكن ربك مهلك القرى بظلم وأهلها غافلون ولكل درجات مما عملوا وما ربك بغافل عما يعملون 131 132 ആയത്തുകളാട്ടോ. ذلك അത് ആ സംഭവങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലൻ യകുർ റബ്ബുക മുഹ്ലികൽ ഖുറാ അല്ലൻ യകുർ റബ്ബുക മുഹ്ലികൽ ഖുറാ നിന്റെ രക്ഷിതാവ് നാടുകൾ നശിപ്പിക്കുന്നവനല്ല. നാടുകൾ നശിപ്പിക്കുന്ന ആളല്ല നിന്റെ റബ്ബ്. പടച്ചോൻ അങ്ങനെ ചെയ്യൂല. ബിളുൽമിൻ അക്രമം, ആളുകൾ അക്രമം ചെയ്യുന്നതിന്റെ പേരിൽ വഅഹ്ലുഹാ ഗാഫിലൂൻ ആ നാട്ടിലുള്ള ആളുകളൊന്നും അറിയാത്ത അശ്രദ്ധരായിട്ടുള്ള ആളുകളായിരിക്കെ, ബോധവാന്മാരല്ലാത്ത ഒരു നാട് വന്നിട്ട് അവിടെ ശിർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ, കുഫ്ർ ചെയ്യുന്നതിന്റെ പേരിൽ, ളുൽമ് ചെയ്യുന്നതിന്റെ പേരിൽ, വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ ആ നാടിനെ അള്ളാഹു നശിപ്പിക്കൂല. ആ നാട്ടിലുള്ള ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അള്ളാഹു ദൂതന്മാരെ അയക്കും, പ്രവാചകന്മാരെ അയക്കും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാന നിമിഷത്തിലാണ് നൂഹ് നബിയുടെ സമുദായം നശിപ്പിക്കപ്പെട്ടത്. ലൂത്ത് നബിയുടെ സമുദായം, ആദും സമൂദും ഗോത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതൊക്കെ ഒരുപാട് മുന്നറിയിപ്പുകൾ അവർക്ക് നൽകിയിട്ട് അവസാന നിമിഷത്തിലാണ് അങ്ങനെ ചെയ്തത്. അപ്പോ ഗാഫിലീങ്ങളായിരിക്കെ, ഗാഫിൽ എന്ന് പറഞ്ഞാല് ബോധമില്ലാത്ത ആൾക്കാർ, അവരെ ഇൽമിലേക്ക് കൊണ്ടിട്ടില്ല, ആലിമീങ്ങളാക്കിയിട്ട് അവരെ അറിവുള്ളവരാക്കി മാറ്റുന്ന പ്രവർത്തികളൊന്നും അവിടെ നടന്നിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു സംഭവം അള്ളാഹു ചെയ്യൂല. ഒരു നാട് അള്ളാഹു നശിപ്പിക്കൂല. ആ നശിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വിവരം എത്തിയിട്ടുണ്ട്. സംഗതി ഇസ്ലാമിനെ പറ്റി കേട്ടിട്ടുണ്ട്, പ്രവാചകന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്, നന്മയെ സംബന്ധിച്ച് പറയാറുണ്ട്, കേൾപ്പിക്കാറുണ്ട്. പള്ളികളുണ്ട്, അധ്യാപനങ്ങളുണ്ട്, പലതുമുണ്ട്. ഖുർആനുണ്ട്, ഖുർആൻ ക്ലാസ്സുകളുണ്ട്, പലതും ഉണ്ട് ആ നാട്ടിൽ. അതൊന്നും ചെവി കൊള്ളാതെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ പലതും സംഭവിക്കാം എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. നാട്ടുകാർ സത്യത്തെപ്പറ്റി ബോധവാന്മാരല്ലാതിരിക്കെ അവർ ചെയ്ത അതിക്രമത്തിന്റെ പേരിൽ നിന്റെ രക്ഷിതാവ് നാടുകൾ നശിപ്പിക്കുന്നവനല്ല എന്നതിനാലാണ് ഈ കാര്യം ഇങ്ങനെ പ്രത്യേകം വിശദീകരിച്ചു തരുന്നത്. വലിക്കുല്ലിൻ ദറജാത്തും മിമ്മാ അമിലു എന്ന് ഓരോരുത്തർക്കും, വലിക്കുല്ലിൻ എല്ലാ ഓരോരുത്തർക്കും ഉണ്ട്, വലിക്കുല്ലിൻ എല്ലാ ഓരോരുത്തർക്കും ഉണ്ട്. ദറജാത്തുൻ പദവികൾ, ദറജത്ത് പദവി, ദറജ നമ്മളെ സാറിന് അറിയുന്നതാണല്ലോ. ഗ്രേഡ്. മിമ്മാ അമിലു അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി. അള്ളാഹു ഓഫിലല്ല, നിങ്ങൾ ഓഫിലത്തിലായിരിക്കും, അള്ളാഹു ഓഫിലല്ല കേട്ടോ. അമ്മായി അമലൂൻ അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധാനല്ല. കാണാതിരിക്കുന്നില്ല, കേൾക്കാതിരിക്കുന്നില്ല, എഴുതി വെക്കാതിരിക്കുന്നില്ല, രേഖപ്പെടുത്താതിരിക്കുന്നില്ല. അതിന് കൃത്യമായ സംഗതികൾ പടച്ചവൻ ഉണ്ടാക്കാതിരിക്കുന്നില്ല. എല്ലാം കൃത്യമാണ്. എല്ലാ വിഷയങ്ങളും കൃത്യമാണ്. പടച്ചവൻ ഒന്നിനെ പറ്റിയും ഒരാളെ പറ്റിയും ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചും അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്തുമേൽ പ്രസക്തമാകട്ടെ അല്ലാതിരിക്കട്ടെ, അള്ളാഹു അതൊന്നും അശ്രദ്ധാനല്ലോ. എല്ലാം അള്ളാഹുവിന്റെ രേഖയിലുണ്ട്. അവൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നിങ്ങൾക്ക് കൃത്യമായി പടച്ചവൻ നൽകും. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധവാനല്ല. അതുകൊണ്ട് തന്നെ വലിക്കുല്ലിൻ ദറജാത്തുൻ എല്ലാവർക്കും ഗ്രേഡ് ഉണ്ട്. ഗ്രേഡ് ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? A+, A, B+, B, C+, C, D അങ്ങനെ പറഞ്ഞിട്ട് കുറഞ്ഞതല്ലേ എണ്ണാൻ പറ്റുള്ളൂ. എന്നാൽ അവിടെ ഉണ്ട ഗ്രേഡ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഗ്രേഡ് അല്ലേ? എല്ലാവർക്കും ഒരേ ഗ്രേഡാ? എല്ലാവർക്കും ഒരേ പദവിയാ? അല്ലല്ലോ. പ്രവാചകന്മാരുടെയും സഹാബത്തിന്റെയും താബീകളുടെയും സച്ചരിതരായ ആളുകളുടെയും അങ്ങനെ നമസ്കരിക്കും, ഫർള് മാത്രം നമസ്കരിക്കുന്നവരും സുന്നത്ത് നമസ്കരിക്കാത്തവരും സുന്നത്ത് അധികരിപ്പിക്കുന്നവരും ഇവർക്കൊക്കെ ഒരേ ഗ്രേഡാ? വിവിധ ഗ്രേഡുകളല്ലേ?
ആ പറഞ്ഞ എല്ലാരും ചെയ്യുന്നൊക്കെ പഠിച്ചോ കാണുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഗ്രേഡ് കൂട്ടി കിട്ടുട്ടോ. അപ്പൊ അതുകൊണ്ട് കുറവൊന്നും വരുത്തണ്ട, ഗ്രേഡ് കൂടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തോളൂ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരും വില മനസ്സിലൊന്നുണ്ടാവില്ല, നിങ്ങൾ ചെയ്തതിനനുസരിച്ചുള്ള ഗ്രേഡ് ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ പദവികളൊന്നും ഉയർന്നിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിങ്ങളുടെ പദവികൾ ഉയർന്നു കിട്ടാൻ മാത്രം നിങ്ങൾക്ക് ചെയ്തോളൂ എന്നാണ്. അപ്പോ അതാണ് ഈ രണ്ടായത്തിലെ വിശദീകരണം, ആയത്തിലുള്ള അർത്ഥം. ആയത്തിലുള്ള ചില വിശദീകരണങ്ങൾ കൂടെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഇവിടെ പടച്ചോനൊരു രാജ്യത്തെ നശിപ്പിക്കുന്നത്, അവിടെ ആളുകൾ ഒന്നും അറിയാത്തവരായിരിക്കെ അവര് ഒരു സന്ദേശം എത്താത്ത ഒരു സ്ഥലം അങ്ങനെ അള്ളാഹു നശിപ്പിക്കാറില്ല എന്നാണ് അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓരോ രാജ്യക്കാർക്കും അവസരങ്ങൾ നൽകുന്നുണ്ട്, സത്യാസത്യം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ അള്ളാഹു, അതിനുള്ള നിമിത്തങ്ങളൊക്കെ അള്ളാഹു ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നൽകിയിട്ടും, അതിനെല്ലാ സംഭവങ്ങൾ നൽകിയിട്ടും അവരുടെ അക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. ഒരുപാട് കാരണങ്ങൾ അവിടെ മുന്നിലുണ്ടാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. അതിന് ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ കേട്ട കാര്യങ്ങളാണ്. മറ്റൊന്ന് ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു ഒരിക്കലും അശ്രദ്ധവാനല്ല. എന്നാൽ എന്ന് പറഞ്ഞ ആ ഒരു ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്നാണ്, ഉണർവ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റിനാണ് ഒഫിലത്ത് എന്ന് പറയുക എന്ന്. ചില സംഗതികൾ തന്റെ മനസ്സിൽ നിന്ന് മറന്നു പോകുന്നതിനെയാണ്, അവ്യക്തമായി പോകുന്നതിനെയാണ് ഓഫിലത്ത് എന്ന് പറയുക എന്നാണ് മൊത്തത്തിൽ അത് സംബന്ധിച്ച് വിശദീകരിക്കപ്പെടുന്നത്. ഓരോരുത്തരും അവരുടെ ഭൗതികമായ അവരുടെ വിഷയങ്ങളിലൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ്. പത്രങ്ങൾ വായിക്കുന്നു, ടി വി കാണുന്നു, അറിയാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഭൗതികപരമായ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, അവരുടെ ഓരോ ദിവസവും അവർക്കുണ്ടാകേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഓരോ ദിവസവും എന്തൊക്കെ മനസ്സിലാക്കണം എന്നതിനെ സംബന്ധിച്ച് നിരന്തരമായ അന്വേഷണങ്ങൾ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലങ്ങളിൽ മനുഷ്യൻ നീരുറവയിൽ നിന്ന് കിട്ടുന്ന വെറും വെള്ളം, ഏറ്റവും ശുദ്ധമായ വെള്ളം, നീരുറവയിൽ പോയി വെള്ളമെടുത്ത് കൈക്കുമ്പിളിലാക്കി ആയിരുന്നു മനുഷ്യൻ കുടിച്ചിരുന്നത്. പിന്നീട് അവൻ കൈ ഒഴിവാക്കിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം കപ്പുകളിൽ ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ച് കുടിക്കാൻ വേണ്ടി തുടങ്ങി. കുറെ കാലം കഴിഞ്ഞപ്പോ മലിനജലവും ഉപ്പുജലവും ഒക്കെ ശുദ്ധീകരിച്ചിട്ട് അത് ശുദ്ധവെള്ളമാക്കിയിട്ട് മനുഷ്യൻ ശുദ്ധീകരിച്ച് കുടിക്കാൻ തുടങ്ങി. അപ്പൊ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, ഭൗതിക കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റ് ആയിട്ട് പോകുന്നു. എന്നാൽ മതപരമായ കാര്യങ്ങളിൽ പുതിയ അറിവുകളൊന്നും കണ്ടെത്തണ്ടേ? മതപരമായ അറിവുകളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശ്രദ്ധ ആവശ്യമല്ലേ? അവൻ പത്രങ്ങൾ വായിക്കുകയും ടി വി കാണുകയും ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ലോകത്തേക്ക് അവൻ എത്തിച്ചേരുമ്പോ എന്തുകൊണ്ട് ഈ മനുഷ്യനെ മതപരമായ വിഷയങ്ങളിൽ അവൻ താഴെ തന്നെയാ? ഇപ്പൊ ഒന്നും അറിയില്ല, മദ്രസയിൽ പഠിച്ച അറിവ് തന്നെ ഉള്ളൂ. അത്തഹിയാത്ത് അന്ന് ചൊല്ലി, അത്തഹിയാത്തിന്റെ ആ രൂപം തന്നെ ഉള്ളൂ. സുജൂദ് ചെല്ലുന്ന ഒരു ദിക്റ് പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ വെച്ചിട്ട്, ആ ദിക്റ് ഒന്ന് തന്നെ അറിയുള്ളൂ, അധികം ദിക്റൊന്നും അറിയില്ല. ഇവനെന്താണ് അപ്ഡേറ്റ് ആകാത്തത്? മതപരമായിട്ടുള്ള അറിവുകളിൽ എന്തുകൊണ്ട് ഈ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല? അതിന് ഈ പറഞ്ഞ ഗഫലത്തല്ലട്ടോ, അത് ആ അശ്രദ്ധ അല്ലട്ടോ പറഞ്ഞത്, അതവന്റെ കഴിവുകേടാ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്, ഒന്ന് സൂചിപ്പിക്കുക. അടുത്ത ആഴ്ച പറഞ്ഞത് ഗ്രേഡ് സംവിധാനത്തെ പറ്റി പറഞ്ഞു, നമ്മളെ അവിടെ സൂചിപ്പിക്കേണ്ടായി. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് നല്ലതോ ചീത്തയോ ആയ സ്ഥാന പദവികൾ അവിടെ ലഭിക്കുന്നതാണ്. ഓരോരുത്തരുടെയും കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു അറിഞ്ഞും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദറജാത്ത് തരുന്നത്. ദറജാത്തിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? ദറക്കാത്ത് എന്ന് പറയാ. ദറക്കാത്ത് അതാരാ പറഞ്ഞത്? ദറക്കാത്ത് എന്ന് പറഞ്ഞതാരാ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കുകൾ നരകത്തിലെ ഏറ്റവും അടിയിലുള്ള ദറക്കിലാണ്. അപ്പൊ താഴോട്ട് പോകുമ്പോ എന്ത് പറയും? ദറക്കാത്ത് എന്ന് പറയും. അതാണ് ഏറ്റവും താഴെത്തട്ടിലാണ് ആ മുനാഫിക്കുകളുള്ളത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അവര് ദറജ, വലിയ ദറജത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ബാങ്കിന് ശേഷമൊക്കെ ഉള്ള പ്രാർത്ഥനയിൽ
ഏറ്റവും ഉന്നതമായ ദറജ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ, ആ ദറജ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ വന്നിട്ട്, ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട്, അവസാനിപ്പിക്കാട്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക ഒരാളെ സംബന്ധിച്ച് ഫർള് നമസ്കാരം മാത്രം നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് റസൂലിനോട് ചോദിക്കുന്നത്. ഖാല ലഹു അഫ്ലഹ ഇൻ സദഖ. അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, ഫർള് നമസ്കാരം മാത്രമാണ് അയാൾ ചെയ്യുന്നതെങ്കിലും അവൻ പാസ്സായി. പക്ഷെ ആ പാസ് എന്താണെന്നറിയോ, അത് ജെ ആണ്, ജെ ഗ്രേഡ് ജെ ആണ്, ജസ്റ്റ് പാസ്സാണ്. A+ അല്ല, A അല്ല, B+ അല്ല, പിന്നെന്താ ഉള്ളത്, ജെ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് പാസ്. അഫ്ലഹ ഇൻ സദഖ, അവൻ പാസ്സാകും, കുഴപ്പമില്ല. പക്ഷേ എന്നാൽ ആ ഫർളിന്റെ വിഷയങ്ങളിൽ അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മർത്തബ, അവന്റെ ദറജ ഉയർന്നുകൊണ്ടിരിക്കും എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അന്നഹു തആല ഹകമ ലികുല്ലി വാഹിദിൻ ഫീ വഖ്തിൻ മുഅയ്യനിൻ ബിഹസബി ഫഅലിൻ മുഅയ്യനിൻ ബിദറജത്തിൻ മുഅയ്യനത്തിൻ. അല്ലാഹു തആല ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിശ്ചയിക്കപ്പെട്ട ആ സമയത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ പദവികൾ അള്ളാഹു നൽകുന്നുണ്ട്. തഫാദുല ദറജാത്തിൽ ആമിലീന ഫിൽ ആഖിറ അക്ബറു വഅന്ന തഫ്ദീലഹ അഅ്ളമ മിൻ ദറജാത്തി അഹ്ലി ദുനിയ. ദുനിയാവിലെ ആളുകൾക്ക് കിട്ടുന്ന ദറജയെ പോലെയുള്ള എല്ലാ ദർജകളല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ദർജകൾ, വ്യത്യസ്തമായ ദർജകളാണ് പരലോകത്ത് അള്ളാഹു നൽകുന്നത്. ഇവിടെ ഗ്രേഡ് അത് പിന്നെ കയറുമ്പം 3-ാം നമ്പർ ആയിരുന്നു. അതൊരു പക്ഷേ റിട്ടയർഡ് ചെയ്ത് ജോലി അവസാനിപ്പിച്ചു വരുമ്പോ ഒരു പക്ഷെ 5-ലോ 6-ലോ 8-ലോ 10-ലോ ഒക്കെ എത്തിയിട്ട് വരും. അതിന്റെ മേലോട്ട് പോകാൻ ആ കമ്പനിയിൽ പിന്നെ ഒരു ചാൻസും ഇല്ല. എന്നാൽ ഇങ്ങനെയല്ല പരലോകത്ത് ഇങ്ങനെയല്ല. ഒരു 63 വയസ്സുവരെയൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവനിങ്ങനെ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവന്റെ പദവികൾ ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ട്. താഴോട്ട് പോകരുത്. ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടു പോകാം, ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താം. നിങ്ങൾ നോക്കൂ, ഓരോരുത്തർക്കും ഇവിടെ എന്തൊക്കെ സ്ഥാനമാനങ്ങളാണുള്ളത്, ശ്രേഷ്ഠതകളാണുള്ളത്. എന്നാൽ വലല്ലാഹിറത്തു അക്ബറു ദറജാത്തിൻ വഅക്ബറു തഫ്ദീല. പരലോകമാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ ദറജകളുള്ളത്, ഏറ്റവും കൂടുതൽ ഫളലുള്ളത്, തഫ്ദീല, ഏറ്റവും വലിയ ശ്രേഷ്ഠതകൾ, മഹാത്മ്യങ്ങളുള്ളത് പരലോകത്താണ്. ഉൻദുർ കൈഫ ഫദ്ദൽനാ ബഅദുഹും അലാ ബഅദിൻ. ഈ ലോകത്ത് വിവിധ മനുഷ്യന്മാരെ നോക്കൂ, വലിയ ഹൈപ്പർ മാർക്കറ്റുകളുള്ള ആളുകൾ, ഒന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ, അവരുടെയൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഡോക്ടറേറ്റ് ഡിഗ്രി വാങ്ങി പുറത്തു വരുന്നവരുടെ ഗ്രേഡും സാധാരണയായി ചെറിയൊരു ഡിഗ്രി നേടി വരുന്ന ഒരാളുടെ ഡിഗ്രിയും തമ്മിൽ വ്യത്യസ്തമല്ലേ? ഒക്കെ അങ്ങനെ വ്യത്യസ്തമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷെ ഇതൊന്നും അല്ലട്ടോ പരലോകത്ത്. ഈ സംവിധാനം ഒന്നും അല്ലട്ടോ ഈ ഗ്രേഡ് നിശ്ചയിക്കാൻ. ഇവർക്കൊന്നും ഒരു അവസരം കൊടുക്കൂല അവിടെ ഗ്രേഡ് നിശ്ചയിക്കാൻ. അള്ളാഹ് നിശ്ചയിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 21-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു ദറജ കൂട്ടിത്തരുന്ന ആൾക്കാരാരാന്നറിയോ? നിങ്ങളിലുള്ള വിശ്വാസികളാണ്, അതേപോലെ ഇൽമുള്ള ആൾക്കാരുമാണ്. ഒരിക്കൽ ദറജപ്പാട് കൂട്ടിത്തരും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവനാണ്. സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്, നേരം പോയിട്ടുണ്ട്, പള്ളിയിലോട്ട് പോകാൻ സമയമായിട്ടുണ്ട്. അടുത്ത ഈ സ്ലൈഡും കൂടെ ഇതിന്റെ 1-2 സംഗതി കൂടെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. വ്യത്യസ്തമായ ഗ്രേഡുകളെ സംബന്ധിച്ചാണ്. ഇവിടെ നമ്മൾ ചിലർക്കൊക്കെ ഗ്രേഡ് നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. അവരൊരു സാധാരണക്കാരനും ഒരു തൊഴിലാളിയും വീട് വിടാന്തരൊക്കെ അരി ഇറങ്ങി നടന്നിട്ട് തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് നടന്നിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനൊക്കെ ആയിരിക്കാം. ആരും ഒരു വില കൽപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോ ഇവിടെ വലിയ ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്ത്, AC-യിൽ ഇരുന്ന് ജോലി ചെയ്ത്, വലിയ ശമ്പളം വാങ്ങിയിട്ട് ഇവിടെ വലിയ ഗ്രേഡിൽ ജോലി ചെയ്ത ആ മനുഷ്യൻ തന്നെയാണോ പരലോകത്ത് വലിയ ഗ്രേഡിൽ വരിക? ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഈ സാധാരണക്കാരനായ ഈ പച്ചപ്പാവം ആരുടെയും
ആർക്കും ഒരു വിലയില്ലാതെ ഒരു പക്ഷേ ഇവിടെ ജീവിച്ച ആ ആളുകൾ ആയിരിക്കാം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന ഗ്രേഡിൽ കടന്നു വരുന്നത്. അങ്ങനെയൊക്കെ ആയിക്കൂടെ? അതാണ് നമ്മുടെ ആശ്വാസം. നമ്മൾ ആശ്വസിപ്പിക്കുകയാണ്. അത് സംബന്ധമായിട്ടുള്ള കുറെ ആയത്ത് സൂറത്തുൽ അൻഫാലിന്റെ 4-ാമത്തെ ആയത്ത് വായിച്ചു നോക്കൂ. അതേപോലെ തൗബയിലെ 20-ാമത്തെ ആയത്ത് വായിച്ചു നോക്കൂ. അതേപോലെ ത്വാഹയിലെ 75-ാമത്തെ ആയത്ത് വായിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നവർ, പണം ചെലവഴിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, ആ വിശ്വാസത്തിൽ ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ, അങ്ങനെ ഒക്കെ അവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്, അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്ന ആളുകൾ സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്, അവർക്ക് ശിക്ഷയുടെ മേൽ വീണ്ടും ശിക്ഷ നാം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് അള്ളാഹ് പറയുന്നത്. ശിക്ഷയുടെ മേൽ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന മുകളിലോട്ടല്ല. നേരത്തെ നമ്മൾ കണ്ട പോലെ നരകത്തിന്റെ താഴോട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ആ ഗ്രേഡ് താഴോട്ട് പോകുന്നു എന്നാണ് അവിടെ നമ്മൾ കാണേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.